കാണുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നില്ലേ? നല്ല പ്ലസൻറ്റ് സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. സൺസെറ്റ് 6:30 എല്ലാം കഴിയുമ്പോൾ ആകും. ഇപ്പോൾ ഏകദേശമൊക്കെ ആയി വരുന്നു. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. ഇതൊരു എന്താ പറയുക, നല്ല ഇച്ചിരി സമയമുള്ളൊരു ദിവസമാണ്. അപ്പോൾ പിന്നെ പുടുമോളും അനുക്കുട്ടിയും പിന്നെ അനുക്കുട്ടിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കുറച്ച് നേരത്തേക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ പുടുമോൾ വരാറാകുമ്പോൾ അവർ 9:30 10:30 ഒക്കെ ആകുമ്പോൾ വരും. അന്നേരം ഞാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ഈ മോളിവിടെ ഉള്ള ദിവസമാണെങ്കിലും കുറച്ച് ഉറങ്ങുന്ന സമയമൊക്കെ ആയിരിക്കും. ഉണർന്നു കഴിഞ്ഞാൽ കിച്ചണിലേക്ക് ഓടി വരും. ഈവനിങ് ആണെങ്കിൽ അവർ തിരിച്ചെത്തി കഴിഞ്ഞാൽ ഞാൻ വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പൊടും എന്നെ കാണാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല. കിച്ചണിലാണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു എന്ന് അറിയാം, നമ്മൾക്ക് അവിടെ ആക്ടിവിറ്റീസ് നടക്കുന്നു എന്നറിയാം. അത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് വന്ന് കാണാനും ഒക്കെ. എന്തായാലും ഒരു നല്ല രസമുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ അവരങ്ങോട്ട് പോയിരിക്കുന്ന ആ സമയം ഞാൻ ഈവനിങ് ഒന്ന് ഇവിടെയൊക്കെ വന്നൊന്ന് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കിച്ചണിൽ. വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് വിശേഷം. നല്ല വിശേഷങ്ങളാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഹെൽത്ത് വൈസ് ഓക്കെ. പിന്നെ തമിഴ്നാട് വ്ളോഗ്സൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം. നമ്മുടെ ട്രാവൽ വ്ളോഗ് വളരെ ആക്റ്റീവായിട്ട് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, പറ്റുന്ന പോലെയൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ചേച്ചി എപ്പോഴും ഞാൻ കുമ്പിടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണും, ചിലപ്പോൾ അവിടെ കാണും, ചിലപ്പോൾ കൊച്ചിയിലായിരിക്കും, ചിലപ്പോൾ ഇടുക്കിയിലായിരിക്കും. എന്തായാലും ഇടയ്ക്കൊരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം. തമിഴ്നാടൊക്കെ പോകുമ്പോൾ ഒരു 5 ദിവസത്തേക്കൊക്കെയാണ് പോകുന്നത്. ഞാൻ ആക്ച്വലി കുംഭകോണം പോയപ്പോൾ ആ ഒരു ട്രിപ്പ് 5 ഡേയ്സിലായിരുന്നു പോയത്. കുംഭകോണം 3 days ഓഫ് ഇഫക്റ്റീവ് ഷൂട്ടിങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് തഞ്ചാവൂരും കുംഭകോണവും കൂടി കമ്പൈൻ ചെയ്ത് 5 days പോയത്. അത് കഴിഞ്ഞിട്ട് കുംഭകോണം കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ഞാൻ കഴിഞ്ഞ ആഴ്ച കുംഭകോണം പോയിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് ഷെഡ്യൂൾ പോലെ ഞാനൊരു ഇതുപോലൊരു 5 days പ്ലാൻ ചെയ്താൽ പോയത്. അത് കഴിഞ്ഞിട്ട് വേളാങ്കണ്ണിയും നാഗപട്ടണമൊക്കെ കവർ ചെയ്ത് വരാം. പക്ഷേ സെക്കൻഡ് ഡേ കഴിഞ്ഞപ്പോഴത്തേക്കും പുടുമോൾ എന്നെ മിസ് ചെയ്തിട്ട് ഇവിടെ കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു എന്ന് റിപ്പോർട്ട് കിട്ടി. അമ്മ 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 എന്ന് എന്നെ അന്വേഷിച്ച് നടക്കുന്നത്. എൻ്റെ സെക്കൻഡ് ഡേ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ അനുക്കുട്ടി മോളെ വീഡിയോ കോളിൽ കാണിച്ചു. അതും കൂടി ആയപ്പോൾ കംപ്ലീറ്റ് ആയി. മോൾ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നെ വീഡിയോ കോളിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതായത് മോൾ വിളിക്കുമ്പോൾ ഞാൻ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി പോലെ അമ്മ അമ്മ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായി. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ എന്തായാലും പിറ്റേ ദിവസം തിരിച്ചു വരാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ സെക്കൻഡ് ഡേ കഴിഞ്ഞു. ഞങ്ങൾ ചെന്ന ദിവസം വൈകുന്നേരമാണല്ലോ എത്തുന്നത്. അന്ന് അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കുറച്ചേ ഉള്ളൂ. പിറ്റേ ദിവസം എഗെയിൻ ഷൂട്ട് ചെയ്തുകൊണ്ട് അന്ന് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഉച്ച വരെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അന്ന് തന്നെ സ്റ്റേ ബാക്ക് ചെയ്തില്ല. വൈകുന്നേരത്തോടു കൂടി ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. രാത്രി തിരിച്ചെത്തി. 3-ാമത്തെ ദിവസം രാത്രി തിരിച്ചെത്തി. അപ്പോൾ 2 നൈറ്റ് മാത്രമേ മോൾ എന്നെ മിസ് ചെയ്തുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ എത്തി. എനിക്ക് എന്തുകൊണ്ടോ പറ്റിയില്ല, മോളുടെ സങ്കടം കണ്ടിട്ട് വരണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ പറഞ്ഞ് വിചാരിച്ചു കാര്യമില്ല, ഒരു 4 എപ്പിസോഡേ എടുത്തുള്ളൂ, 4 വീഡിയോസ് എടുക്കാൻ പറ്റിയുള്ളൂ ആ സമയം കൊണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തി. വന്നു കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഉള്ള യാത്രകൾ ഞാൻ വിചാരിക്കുന്നു 2 ദിവസം അല്ലെങ്കിൽ മാക്സിമം 3 ദിവസം മതി. ഷോർട്ട് ട്രിപ്സ് ആക്കാം. 2 പ്രാവശ്യം പോകണം എന്നല്ലേ ഉള്ളൂ, അതിന് എക്സ്പെൻസ് കൂടുന്നല്ലേ ഉള്ളൂ. സാരമില്ല, മോളുടെ വിഷമം കാണണ്ടല്ലോ. 2 ദിവസമൊക്കെ പിടിച്ച് നിൽക്കും ആൾ. 2 to 3 days. 3rd day ഞാനിങ്ങനെ എത്തിയാലും മതി. എന്ന് ഭയങ്കര മിസ്സിങ് ആണ് ആളുടെ. അമ്മാമ്മ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ളത് എനിക്ക് അമ്മാമ്മയെ കാണാത്ത വിഷമം. എനിക്കത് ഭയങ്കര വിഷമമായി. നമ്മൾ കരയുന്ന കാണുമ്പോൾ അയ്യോ, എനിക്ക് തോന്നുന്നു മക്കൾ നമ്മൾ ഗ്രാൻഡ് ചിൽഡ്രനൊക്കെ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അവരെ ഒട്ടും നമ്മൾ കരയിപ്പിക്കാനേ തോന്നില്ല. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ സന്തോഷം കാര്യങ്ങൾ. ബോച്ചേട്ടൻ താഴെ ഉണ്ട്. ഞാനിങ്ങനെ കറങ്ങി വന്നു. അപ്പോൾ ഞാൻ നമ്മുടെ മോളീസ് ഗാർഡനിലും കയറി, അവിടെയും ചെടിക്ക് വെള്ളം ഒഴിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇപ്പം മഴ ദിവസങ്ങളാണെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരത്തെ വെള്ളം ഒഴിക്കൽ ഞാനില്ലെങ്കിൽ ഇപ്പം ആരും ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. രാവിലെ ഒരു ലേഡി വരും, പാർട്ട് ടൈം വന്നിട്ട് ചെയ്യും. അപ്പോൾ 2 നേരം വെള്ളം ഒഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വെള്ളം ഒഴിച്ചെല്ലാം സെറ്റാക്കിയിട്ട് ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. കുറേ നേരം ഇങ്ങനെ റിലാക്സ് ചെയ്ത് നടക്കുന്നു. ഈവനിങ് വാക്ക്. പേരയൊക്കെ പോയി. ഇത് ചട്ടിയിലുള്ള പേരയാണ്. ഇതേ അണ്ണാൻ കൊത്തിയിരിക്കുന്നു പേരയ്ക്കായിൽ. ഇത് അവന്മാർക്ക് വേണ്ടി വളർത്തത് പോലെ ചെറിയ പേരയ്ക്ക. ഇത് ഇവിടെയും ഒരു ചട്ടിയിൽ ഒരു മുരിങ്ങ നിൽക്കുന്നു. എനിക്കറിയില്ല അത് എത്രത്തോളം സെറ്റായി വരുന്നു. എന്ത് രസമല്ലേ ഈ സമയത്ത് ഇങ്ങനെ. ഇപ്പോൾ ഓൾമോസ്റ്റ് സൺസെറ്റിങ് ടൈം ആയി കേട്ടോ. എല്ലാ പറവകളും ചേക്കേറുന്ന സമയമാണ്. കാക്കയും പിന്നെ ആരൊക്കെ എല്ലാ ബേർഡ്സും അവരുടെ കൂടുകളിലേക്ക് പോകും. കൂടണയുന്ന സമയം. എന്ത് കാറ്ററിയാമോ? എനിക്കറിയാമോ ഇവിടെ ഇത്രയും കാറ്റ് ഇങ്ങനെ വരുന്നത്? കടൽ വളരെ അടുത്താണല്ലോ, അപ്പോൾ കടൽ കാറ്റായിരിക്കും. അങ്ങനെ നമ്മുടെ ടെറസിൽ നിന്നും ഞാൻ നമ്മുടെ ടെറസ് കിച്ചണിലേക്ക് എത്തിയിരിക്കുവാണ്. വൈകുന്നേരത്തെ മനോഹരമായ അന്തരീക്ഷമൊക്കെ ആസ്വദിച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യണമെന്ന് ഞാൻ കുറേ ദിവസമായല്ലോ ടെറസ് കിച്ചണിൽ വന്നിട്ട്. അപ്പോൾ എന്തായാലും ടെറസിൽ വന്നപ്പോൾ ടെറസ് കിച്ചണിൽ തന്നെ കുക്കിംഗ് ആകാൻ വിചാരിച്ചു. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. സൂപ്പ് ആകുമ്പോൾ ഒരു ഹെൽത്തി ഫുഡാണ്.
വളരെ ഫില്ലിംഗ് ആണ്. നമുക്ക് രാത്രി ഡിന്നറിനെല്ലാം സൂപ്പ് ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട. നല്ലൊരു സൂപ്പ് ഉണ്ടെങ്കിൽ ഒരു ബ്രെഡ് റോളോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു വീറ്റോ അല്ലെങ്കിൽ മൾട്ടിഗ്രെയിനിൻ്റെയോ ഒക്കെ ഒരു ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും റോൾസൊക്കെ വെച്ചിട്ട് സുഖമായിട്ട് കഴിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ വെജിറ്റേറിയൻസിനെയും നോൺ വെജിറ്റേറിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു വെജിറ്റേറിയൻ സൂപ്പ് ആദ്യം ഉണ്ടാക്കണു, പിന്നെ ഒരു നോൺ വെജ് സൂപ്പ് ഉണ്ടാക്കണം. ഒരെണ്ണം ഗ്രീൻ പീസ് സൂപ്പാണ്. ഗ്രീൻ പീസ് വളരെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഗ്രീൻ പീസ്. അപ്പോൾ ഇത് ഫ്രോസൺ ആണെങ്കിലും കുഴപ്പമില്ല, അതല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെങ്കിലും കുഴപ്പമില്ല. എന്താണെങ്കിലും ഒന്ന് വേവിക്കാനായിട്ടിടാം. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാളയുടെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങാം. അടുപ്പ് കത്തിച്ചു. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഗ്രീൻ പീസ് ഒരു 1.5 കപ്പുണ്ട്. ഉണങ്ങിയ ഗ്രീൻ പീസ് അല്ല, ഇത് ഫ്രഷ് അല്ലെങ്കിൽ ഫ്രോസൺ, അതാകുമ്പോൾ പെട്ടെന്ന് വേകുകയും ചെയ്യും. അല്ലാത്ത മട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ തലേദിവസം വെള്ളത്തിയിട്ട് കുതിർത്തിട്ടൊക്കെ അല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ 1/2 സവാള. ഇനി 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പാത്രം അടച്ചിട്ട് വേവിക്കും. അപ്പോൾ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞു. അങ്ങനെ ഗ്രീൻ പീസ് ഒണിയൻ വെന്ത് കഴിഞ്ഞു. ഇനി ഇത് തണുക്കാനായിട്ട് വയ്ക്കും. ഓക്കെ, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ഓക്കെ, ഇത് ഫ്രോസൺ ടൈപ്പായിരുന്നു. അതായത് ഫ്രഷ് തന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് കൊണ്ട് പെട്ടെന്ന് തന്നെ വേകുന്നതാണല്ലോ. തൊടുമ്പോൾ തന്നെ വെന്ത് കഴിഞ്ഞു. ഒരു 7 to 8 മിനിറ്റ്സ് മതിയാകും. 10 മിനിറ്റ് മാക്സിമം. ഇനി തണുക്കട്ടെ. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്യൂറി ചെയ്തെടുക്കാം, അരച്ചെടുക്കാം. അല്പം ഒന്ന് തണുത്തിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇത് എളുപ്പമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. നമ്മളൊരു വൈറ്റ് സോസ് ഉണ്ടാക്കണു. അപ്പോൾ അത് മൈദയിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ഫ്ലവറിലോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ഫ്ലവറിൽ വേണമെങ്കിലും ചെയ്യാം, ഹെൽത്തി വേർഷനായിട്ട് എടുക്കണമെങ്കിൽ. പിന്നെ ബട്ടർ ഹെൽത്തി ആണ്. നമ്മളൊരു മീലായിട്ട്, ഇതൊരു മെയിൻ മീലായിട്ട് നമ്മൾ രാത്രി കഴിക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഗ്രീൻ പീസ് ഹെൽത്തിന് വളരെ നല്ലതാണ്. റിച്ച് ഇൻ ന്യൂട്രിയൻസ് എന്നാണ് പറയുന്നത്. അതായത് ധാരാളം വൈറ്റമിൻസും മിനറൽസും എല്ലാം കൊണ്ട് സമ്പന്നമാണ്. നല്ലൊരു സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ നല്ലതാണ്. അതുപോലെ വൈറ്റമിൻ കെ, ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ കാര്യം, ബോൺ ഹെൽത്ത്, അതിനെല്ലാം നല്ലത്. പിന്നെ ബി വിറ്റമിൻസ് ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്. അതായത് സെൽ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ വളരെ ക്രൂഷ്യലാണ് ഈ ഫോളേറ്റൊക്കെ. അതുകൊണ്ട് പിന്നെ ഫൈബർ കണ്ടൻറ്റ് ധാരാളം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഡൈജഷൻ, രാവിലെ ബവൽ മൂവ്മെൻറ്റ്സിനൊക്കെ ഭയങ്കര നല്ലതായിരിക്കും. കോൺസ്റ്റിപ്പേഷനൊന്നും വരില്ല. അതൊരു മാത്രമല്ല, ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസ്, മിനറൽസ് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം, പൊട്ടാഷ്യം, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യും. അങ്ങനെ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് പൊട്ടൻഷ്യലി കുറയ്ക്കും. അതായത് കൊളസ്ട്രോൾ ലെവൽസ് വളരെയധികം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഫൈബർ ഇതിനകത്തുള്ളത്. അപ്പോൾ ഹാർട്ട് ഹെൽത്ത് കൂടുന്നു എന്നുള്ളതാണ്. പിന്നെ ബ്ലഡ് ഷുഗറിൻ്റെ റെഗുലേഷൻ, ലോ ആയിട്ടുള്ള ഒരു ഗ്ലൈസമിക് ഇൻഡെക്സാണ് ഗ്രീൻ പീസിനുള്ളത്. അപ്പം അങ്ങനൊരു ഗുണമുണ്ട്. ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക്, ഡയബറ്റീസ് ഉള്ളവർക്കെല്ലാം ഇത് കഴിക്കാം. അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് മാനേജ് ചെയ്യാൻ നല്ലതാണ്. ഇങ്ങനൊരു സൂപ്പ് ഉണ്ടാക്കിയാൽ മതി. ഈ വെയിറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നവർക്കും ഗ്രീൻ പീസ് സൂപ്പ് കഴിക്കാം. കാര്യം ഫൈബറും പ്രോട്ടീനും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്. നമുക്കൊരു ഫുൾനെസ് തോന്നും. ഓക്കെ, വയറ് നിറഞ്ഞ പോലെ തോന്നും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കലോറീസ് നമ്മൾ വേറെ ഒരുപാട് കഴിച്ച് വയറ് ഫുള്ളാക്കില്ല. ഇത് തന്നെ ധാരാളം നല്ല ഫുൾ ഫീലിംഗ് ആണ്. അപ്പോൾ വെയിറ്റ് മാനേജ്മെൻറ്റിനും നല്ലൊരു സൂപ്പായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം കൊണ്ടൊരു ഹെൽത്തി സൂപ്പാണ് ഞാൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് കാണിച്ചു തരുന്നത്. ഇത് ഞങ്ങൾ കുടിക്കും രാത്രി, പക്ഷെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് റെഡി. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദാമാവ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വീറ്റ് ഫ്ലവർ ആയാലും മതി, ഓക്കെയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദാമാവും കൂടി ചേർക്കാം. ഇതൊന്ന് മുരിഞ്ഞ് വരട്ടെ, പതഞ്ഞ് വരും. അത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. ഇത് പാകത്തിന് മൂത്ത് കഴിഞ്ഞു. അങ്ങനെ നല്ലതായിട്ട് ബബിൾ ചെയ്ത്, കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. 1 കപ്പ് വെള്ളം ഒഴിക്കുന്നു. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് മിശ്രിതം കൂടി ചേർക്കാം. എല്ലാം കൂടി ഒന്നിച്ച്. ഇപ്പോൾ പെട്ടെന്ന് തിക്കൻഡ് ആകും, അപ്പോൾ അതനുസരിച്ചിട്ട്. അപ്പോൾ ഗ്രീൻ പീസ് പ്യൂറീറ്റ് ആൻഡ് സവാള ചേർന്ന് അതും കൂടി ചേർത്ത്. ഇനി ഇച്ചിരി ഉപ്പൊക്കെ ചേർക്കാം. ഇനിയും ഉപ്പ് വേണ്ടി വരും, ചിലപ്പോൾ നോക്കിയിട്ട് തന്നെ അത് ചേർക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ തിളപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളൊരു 2 കപ്പ് ചൂടുപാൽ ഒഴിച്ചു കൊടുക്കണം.
ഇപ്പോൾ ഞാൻ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഇനി കുരുമുളക് പൊടിയും കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ നല്ല തിക്കാണല്ലോ, ഇനി പാലൊഴിക്കുമ്പോൾ കറക്റ്റാകും. ആ വൈറ്റ് സോസും കൂടി ഇതിൻ്റെ അകത്ത് മിക്സ് ആയതുകൊണ്ടാണ് കുറച്ചുകൂടി തിക്കായി വരുന്നത്. കുറച്ച് പാൽ, ഉപ്പും കൂടി ചേർക്കാം. ഇനി പാലും കൂടി ഒഴിക്കാനുള്ളതായതുകൊണ്ട് ഇനി ഒരു 2 കപ്പ് ചൂട് പാൽ, കാച്ചിയ പാൽ തന്നെ നല്ല ചെറു ചൂടോടുകൂടി ഒഴിക്കും. അത് കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റായി വരും. ഇനി എല്ലാം കൂടി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ സൂപ്പ് ഈസ് റെഡി. അപ്പോൾ ജസ്റ്റ് ഒരു തിള വന്നാൽ മതി, സൂപ്പ് റെഡിയാകും. ഇനി ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കുരുമുളക് പൊടിയും കൂടി, അത് നമ്മുടെ ഇഷ്ടത്തിന് എത്രയാണ് നമ്മൾ പെപ്പർ ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ച്. അത് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പ് അങ്ങ് കുടിക്കുന്നു, അത്രേ ഉള്ളൂ. സൂപ്പ് ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച് കുടിച്ചാൽ മതി. ഇതിപ്പോൾ ബ്ലാക്ക് പെപ്പർ പൗഡറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, വൈറ്റ് അല്ല. അതുകൊണ്ട് കുറച്ച് കളർ ഡിഫറൻസ് വരും, 1 ടീസ്പൂൺ വരെ ആകാം. ഗ്രീൻ ആയിട്ടിരുന്നത് കുറച്ചൊരു ബ്ലാക്കിഷ് കളറും കൂടെ വന്നപ്പോൾ കറക്റ്റ്, അതാണ് അതിൻ്റെ ഒരു ഭംഗി. നല്ലൊരു തിള വന്നു കഴിഞ്ഞു. യെസ്, അവർ സൂപ്പ് ഇസ് റെഡി. ഇത് കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. സൂപ്പി കൺസിസ്റ്റൻസിയാണ്, ഒരു തിക്ക് സൂപ്പാണിത്, ക്ലിയർ സൂപ്പല്ല. ഇത് നോക്കി, നല്ല രസമല്ലേ കാണാനും ഒക്കെ. ഇനി തീ ഓഫ് ചെയ്യാം. ഡയറക്റ്റായിട്ട് ബൗളിലേക്ക് വയ്ക്കാം. ഇതുപോലൊരു ബൗളിൽ സെർവ് ചെയ്യാം, നിറച്ച് സെർവ് ചെയ്യാം. ഈ ഒരു വലിയ സൂപ്പ് ബൗളാണെങ്കിൽ ഇതുപോലെ ഒരു 4 ബൗൾ ഓഫ് സൂപ്പിന് ഉണ്ടാവും, 3 to 4 നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സൂപ്പ് ഇസ് റെഡി. ഇനി ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. ബൈ ദ ടൈം നമുക്കിനി സെക്കൻഡ് സൂപ്പും ശരിയാക്കാം. അത് നമുക്ക് ചിക്കൻ മാൻചോ സൂപ്പ്, ഒരു ഇൻഡോ ചൈനീസ്. ടേസ്റ്റ് പറയണ്ടേ? ഓക്കെ, ചൂടായിട്ട് തന്നെ സൂപ്പ് കുടിക്കണം എപ്പോഴും. അടിപൊളി, വെരി യമ്മി. പെപ്പർ ഇച്ചിരി കൂടെ ആയാലും കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഒരു ടീസ്പൂണേ ഞാൻ പറഞ്ഞുള്ളൂ, 1-1.5 ടീസ്പൂൺ ആകാം. ഇത്രയും സൂപ്പിന് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചിക്കൻ മാൻചോ സൂപ്പാണ് ഉണ്ടാക്കണം. അപ്പോൾ ചൈനീസ് ടിപ്പിക്കൽ നമ്മൾ ചെയ്യാറില്ലല്ലോ, നമ്മളൊരു ഇന്ത്യനൈസ്ഡ് വേർഷനാണ് ഇത്. ആക്ച്വലി പറഞ്ഞാൽ നല്ല ഒരു തിക്കായിട്ടുള്ള സൂപ്പാണ്. നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തിട്ട് തിക്കാക്കും. പിന്നെ സ്പൈസി ടൈപ്പാണ് ജനറലി. ഇതിൽ ജനറസ് യൂസ് ഓഫ് 2-3 കാര്യങ്ങളാണ്. ഇഞ്ചി ഉണ്ടാവും, വെളുത്തുള്ളി ഉണ്ടാകും, പച്ചമുളക് ഉണ്ടാകും. പക്ഷേ ഞാനിപ്പോൾ പച്ചമുളകിന് പകരം ചില്ലി സോസാണ് ഉപയോഗിക്കാൻ പോണത്. പിന്നെ സോയാ സോസും ചേർക്കും, ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതൊരു കംപ്ലീറ്റ് ആയിട്ടൊരു എന്താ പറയുക, ഒരു ഫുൾ മീലിന് പറ്റിയൊരു കാര്യമാണ്. ഒരു എന്താ പറയുക, ഒരു 1 pot ഡിഷ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് വെജിറ്റബിൾസും കൂടെയൊക്കെ എക്സ്ട്രാ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ഇത് മതി. ചിക്കൻ ഉണ്ടാകും, കുറച്ച് വെജീസ് എല്ലാം കൂടി ആയിട്ട് വരുമ്പോൾ. ഇതിലിപ്പോൾ വെളുത്തുള്ളി, ചിക്കൻ ഒരു 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് ആയാലും മതി. ഒരു 6 കപ്പ് സ്റ്റോക്കും 1/2 കപ്പ് ചിക്കൻ, ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇത്രയൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ അരിഞ്ഞതുണ്ട്. ചിക്കൻ പീസസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് 1/2 കപ്പുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർക്കുന്നു. പിന്നെ നമ്മളൊരു 6 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഓർ വെജിറ്റബിൾ സ്റ്റോക്ക്, അതാണ് ചേർക്കേണ്ടത്. എല്ലാം കൂടി കിടന്നിട്ടാണ് വേകേണ്ടത്. അളന്നൊഴിക്കാം. സോ 6 കപ്സ് ഓഫ് സ്റ്റോക്കാണ് വേണ്ടത്. ചിക്കൻ സ്റ്റോക്ക് അങ്ങനെ, അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക്, അല്ലെങ്കിൽ വെള്ളവും പിന്നെ കുറച്ച് എന്താ പറയുക, ചിക്കൻ ക്യൂബ്സ് കിട്ടുമല്ലോ മാഗിയുടെ, അത് വാങ്ങിച്ച് ഇട്ടാലും മതി. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇവിടുത്തെ ലൈറ്റർ ഉണ്ടോ? നമ്മുടെ കൊച്ചടുക്കളയിൽ തീപ്പെട്ടിയാണെങ്കിൽ ഇവിടെ വലിയ ലൈറ്റർ, കുറേ ദൂരെ നിന്ന് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇത് തിളക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ ക്യൂബ്സ് ഇട്ടാലും മതി വെള്ളത്തിൽ. ചിക്കൻ ക്യൂബ്സ് 1-2 മാക്സിമം. ക്യൂബ്സ് ഇടുകയാണെങ്കിൽ ഉപ്പിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അത് മാഗിയുടെ മാത്രമല്ല, വേറെ പല കമ്പനീസും ക്യൂബ്സ് കിട്ടുന്നുണ്ട്. അത് വെജിറ്റബിൾ ക്യൂബ് ആകാം, ചിക്കൻ ക്യൂബ് ആകാം, എന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം. അതല്ലെങ്കിൽ പ്യുവറായിട്ടുള്ള സ്റ്റോക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം.
അതും ഇപ്പോഴത്തെ ചിക്കൻ്റെ പീസ്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ഞാനിതിലിട്ട്. ഇത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം, ഒരു നുള്ള്, അത്രേ ഉള്ളൂ. നമ്മൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് ഇൻറ്റു ചൈനീസാണ് ചെയ്തത്, ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഒരു നുള്ള് അത്ര മതി. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിള വന്നു കഴിഞ്ഞിട്ട് 1-2 കാര്യം കൂടി ചേർക്കണം. ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല, ചേർക്കാം. നല്ലൊരു തിള വന്നു തുടങ്ങി. ഓക്കെ, അപ്പോൾ മാൻചോ സൂപ്പിൻ്റെ അടുത്ത സ്റ്റേജാണ്. ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ അതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട്, സ്കിന്ന് കളയാന്ന് പറയുമ്പോൾ തിളച്ച വെള്ളത്തിയിട്ടല്ല ഞാൻ കളഞ്ഞത്, അല്ലാണ്ട് നമ്മൾ സ്കിന്നിങ്ങനെ കത്തി കൊണ്ടിങ്ങനെ മുറിച്ച് ഇങ്ങനെ കളഞ്ഞു. ഓക്കെ, പീൽ ചെയ്തു. ഓക്കെ, പീൽ ചെയ്തിട്ട് അതിനകത്തുള്ള കുരുവിൻ്റെ ഭാഗം, കുരു എന്ന് പറഞ്ഞാൽ അകത്തുള്ള പൾപ്പി പാർട്ട് അത് മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷി പാർട്ട് മാത്രം ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്തു, അതിൽ ചേർക്കുന്നു. തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പിൻ്റെ കാര്യങ്ങൾ. ഇനിയാണ് ചില്ലി സോസാണ് ഞാൻ ചേർക്കുന്നത്. പച്ചമുളക് അരിഞ്ഞിടുന്നില്ല. നോക്കിയേ, പൗച്ചോങ്ങിൻ്റെ ചില്ലി സോസ്, ഇതൊരു 3 ടേബിൾ സ്പൂൺ ചേർക്കണം. ഇത് അത്യാവശ്യം എരിവുണ്ടാവും കേട്ടോ, ആ എരിവ് ഫാക്ടർ ഈ ചില്ലി സോസിൽ നിന്ന് കിട്ടും. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. സോൾട്ടൊക്കെ നമുക്ക് അവസാനം കുറവുണ്ടെങ്കിൽ ഇടാം, അതുകൊണ്ട് ആദ്യമേ നമ്മൾ കൂടുതലിടണ്ട, ആവശ്യമനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇത് ചിക്കൻ വേകുന്നവരെ അടുപ്പിൽ കിടക്കട്ടെ. പീസസൊക്കെ പെട്ടെന്ന് തന്നെ വേഗം, ഒന്നും കൂടിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ വേഗം. ഇപ്പോൾ തന്നെ മുളകിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട് ചില്ലി സോസ് ഒഴിച്ചപ്പോൾ. ഒരല്പം സോയ സോസേ ഞാൻ ഒഴിക്കുന്നുള്ളൂ, അത് ടുവേർഡ്സ് എൻഡ് ഒഴിക്കാം. ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് വേകട്ടെ, ചിക്കനും വെന്ത് വരും, പെട്ടെന്നാകും. കുറച്ച് കോൺഫ്ലവർ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കോൺഫ്ലവർ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി വയ്ക്കാം. അതിപ്പോൾ ചെയ്യാം. ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി എടുക്കാം. ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. അല്പം വെള്ളം, സാധാരണ വെള്ളം, റൂം ടെമ്പറേച്ചർ വാട്ടർ, അതാണ് ആവശ്യം. കട്ടയില്ലാണ്ട്, കട്ടയൊന്നും പിടിക്കില്ല, മിക്സായി കിട്ടും. അപ്പോൾ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. നല്ലൊരു ബ്രോത്ത് പോലെ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നു. ഇനി ഒരല്പം സോയാ സോസും കൂടി ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ അത്ര മതി. ആ മുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവറാണ് കയറി നിൽക്കേണ്ടത്. അതേ കണ്ടോളൂ, കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിലായി. ഇനി നമ്മൾ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെ എല്ലാ ഫ്ലേവർ ഇറങ്ങി കോൺഫ്ലവർ തിക്കായിക്കോളും. യെസ്, അപ്പോൾ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഏതാണ്ട് ഒരു 1/2 കപ്പോളം വെള്ളത്തിലാണ് കലക്കിയത്. ഉണ്ടല്ലോ, നല്ല തിക്ക് സൂപ്പായി കഴിഞ്ഞു. കൺസിസ്റ്റൻസി ഒന്നുകൂടി കാണിച്ചു തരാം, ഇങ്ങനത്തെ തവിയിൽ കൂരുമ്പോൾ അറിയാം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല സ്പൈസിയാണ് കേട്ടോ, കുഴപ്പമില്ല. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടി ചേർക്കും. ഇനി ഒരു 3 മുട്ടയുടെ വൈറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിക്കണം. തീ ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി. അപ്പോൾ 3 മുട്ടയുടെ വൈറ്റാണ് കേട്ടോ എടുത്ത് വെച്ചു. ഇത് സാധാരണ നമ്മൾ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിലൊക്കെ ആണെങ്കിൽ നൂല് പോലെ ആകുന്ന രീതിയിലാണ് മിക്സ് ചെയ്യുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കുറച്ച് ചങ്കി പീസസ് ആയിട്ട് കിടക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇളക്കണ്ട. തീ ഓഫ് ചെയ്തു. ഇനി ഇത് ചേർക്കണം. എഗ് വൈറ്റ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന്, ഇത്രയും മതി. ഇനി അതൊന്നുകൂടി ഒന്ന് സെറ്റായിക്കോട്ടെ, എന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇച്ചിരി വലിയ പീസസായിട്ട്, കുറച്ചുകൂടെ വലിയ പീസായിട്ട് കാണാൻ പറ്റും. ഒരുപാട് ഇങ്ങനെ ഇളക്കി നൂല് പോലെ ആക്കണമെന്ന് നിർബന്ധമില്ല. കണ്ടില്ലേ, ഇതുപോലെ കുറച്ചുകൂടെ വലിയ പീസായിട്ട് എഗ് വൈറ്റ് കിടക്കണം. ഒന്നുകൂടി ഒന്ന് സെറ്റിൽ ഡൗൺ ആകുമ്പോൾ അതേ കണ്ടല്ലോ, വലിയ വലിയ പീസായിട്ട് കാണാൻ പറ്റും. നോക്കിയേ, മുട്ടയുടെ പീസ് ഇങ്ങനെ വലിയ പീസായിട്ട് അവിടെ ഇങ്ങനെ കിടക്കും. യെസ്, നൂൽ പാകത്തിനല്ല, ചങ്കി പീസസ്. ഒരു കാര്യം കൂടി ചേർക്കണം, ദാറ്റ് ഈസ് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര, ഷുഗർ. ഇതിൻ്റെ എരിവും ഈ ചില്ലി സോസൊക്കെ ചേർക്കുന്ന ഒരു ചെറിയൊരു പുളിയും കൂടെ ഉണ്ടാവും. ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 1.5 ടീസ്പൂൺ ഷുഗർ. ഇതെല്ലാം ഒരു ബാലൻസിങ് ആണ്, അത്രേ ഉള്ളൂ. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഇനി ഇട്ടാലും മതി. അങ്ങനെ മാൻചോ സൂപ്പ് ഇസ് റെഡി. കാണുന്നുണ്ടല്ലോ, നല്ല അടിപൊളി സൂപ്പാണ്.
സ്പൈസി സൂപ്പുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടമാവും. അപ്പോൾ അത്യാവശ്യം സ്പൈസി സൂപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും. പിന്നെ ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ചില്ലി സോസിൻ്റെ അളവ് 1 ടേബിൾ സ്പൂൺ കുറയ്ക്കാം. ഓക്കെ, 2 ടേബിൾ സ്പൂൺ ആയാലും മതി. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു രീതി. നല്ല ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കാൻ പറ്റിയൊരു സൂപ്പാണ്. പുറത്ത് മഴയുണ്ടെങ്കിൽ കുടിക്കാൻ പറ്റിയൊരു സൂപ്പാണ്. അങ്ങനെ ഒരു നല്ല സ്പൈസി ആയിട്ട് ഇങ്ങനെ കുടിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ പെപ്പർ അങ്ങനെ ഒന്നും വേണ്ട. ഇതിൽ മെയിനായിട്ടും ഗാർലിക്, ജിഞ്ചർ ആൻഡ് ഗ്രീൻ ചില്ലി ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഒഴിക്കട്ടെ ഇത് ബൗളിലേക്ക്. കഴിക്കുമ്പോൾ ചിക്കൻ്റെ പീസസും എഗ്ഗും വെജിറ്റബിൾസ് ഇതിനകത്ത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, കൂടുതൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ. ഞാനിപ്പോൾ ഇത്രയേ ഉള്ളൂ. യെസ്, സൂപ്പ് ഇസ് റെഡി. അപ്പോൾ നമ്മുടെ സൂപ്പ് രണ്ടും റെഡി. ഇത് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിക്കാം. ഗ്രീൻ പീസ് സൂപ്പിൻ്റെ മുകളിൽ ഫ്രഷ് ക്രീം കൊണ്ട് അലങ്കരിച്ചാണ് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ അടിപൊളിയായിരിക്കും. കണ്ടല്ലോ, ഇത് അറിയുണ്ട്. ഇത് എത്ര പേർക്ക് വേണമെങ്കിലും കഴിക്കാം. ഇത് 1, 2, 3, 4 ഒരു 6 പേർക്കൊക്കെ ഉള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. മാൻചോ സൂപ്പ്, ചിക്കൻ മാൻചോ. ഗ്രീൻ പീസ് ഒരു 4 പേർക്ക് കഴിക്കാനുണ്ടാവും. അപ്പോൾ രണ്ടും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടം. അപ്പോൾ ഞാൻ നോൺ വെജിറ്റേറിയൻസിനെയും വെജിറ്റേറിയൻസിനെയും മറന്നിട്ടില്ല. 2 ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്ത രീതിയിലാണ് നമ്മുടെ സൂപ്പ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഡിന്നറിന് ഇന്ന് ഇത് രണ്ടും ഉണ്ടാകും. അപ്പോൾ ടേസ്റ്റ് അറിയണ്ടേ? ഓക്കെ. ഓ, ചൂടോടുകൂടി കഴിക്കണം എന്ന് ഞാൻ പറയാറില്ലേ. വെരി നൈസ്. ചൂടോടുകൂടി അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള കിടിലൻ സൂപ്പ് കഴിക്കാൻ. നമുക്ക് ചിക്കൻ എല്ലാം കിട്ടും, മുട്ട കിട്ടും, ടൊമാറ്റോ പീസസ്, പിന്നെ ജിഞ്ചർ, ഗാർലിക്ക് എല്ലാം നമുക്കിങ്ങനെ കഴിക്കാൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.